ഗ്രൂപ്പ് കളി കൈവിട്ടോ എന്നാണ് ചോദ്യം. സുജയ. ഉറപ്പായും കൈവിട്ടു. കാരണം ഗ്രൂപ്പ് കളിയൊക്കെ എല്ലാ പാർട്ടികളിലും നടക്കാറുള്ളതാണ്. കോൺഗ്രസിൽ അത് കുറച്ച് കൂടുതലുമാണ്. കാലങ്ങളായി നടന്നു വരുന്നതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രായത്തോളം തന്നെ ഗ്രൂപ്പ് കളിക്കും പ്രായമുണ്ടാകും. പക്ഷേ ആ ഗ്രൂപ്പ് കളിയിൽ ആളുകളെ കൊല്ലുന്നത്, ഈ മരണം, ഈ ആത്മഹത്യ എന്ന രീതിയിൽ മാത്രം നമുക്കൊരു കള്ളിയിൽ ഒതുക്കി നിർത്താൻ കഴിയുന്നില്ലല്ലോ. അവരുടെ ആഗ്രഹപ്രകാരം അവർ തെരഞ്ഞെടുത്ത ഒരു ചോയ്സുമല്ല ഈ കഴിഞ്ഞ ആത്മഹത്യകൾ ഒന്നും തന്നെ. വിജയൻ്റെതായാലും ഇപ്പോൾ ജോസ് നെല്ലേടത്തിൻ്റെതായാലും അവർ ആത്മഹത്യയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന വഴി കൂടി നോക്കണം. അപ്പോൾ ആ വഴി തെളിച്ചു കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് മാനേജേഴ്സാണ്. ആ ഗ്രൂപ്പ് മാനേജേഴ്സ് ഇവരെയൊക്കെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. ആ ടൂളിന്റെ ആവശ്യം അവർക്ക് വേണ്ട രീതിയിൽ കാലങ്ങളായി അവർ നിറവേറ്റിയെടുക്കുന്നു. ഒടുവിൽ ആ ടൂൾ പിടിക്കപ്പെടുമെന്നുള്ളൊരു ഘട്ടമാകുമ്പോൾ, അല്ലെങ്കിൽ അവർ കുടുങ്ങി എന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് രക്ഷിക്കാനായി ഗ്രൂപ്പ് മാനേജേഴ്സ് വരുന്നില്ല. അവർക്ക് സ്വയം രക്ഷപ്പെടാനും കഴിയുന്നില്ല. അപ്പോൾ നിൽക്കക്കളി ഇല്ലാതെ വരുമ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കേണ്ട ഏക ചോയ്സായി ആത്മഹത്യ മുന്നിൽ നിൽക്കുകയാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാര മാർഗ്ഗമല്ല. നമ്മൾ ആത്മഹത്യയെ അനുകൂലിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ ഗ്രൂപ്പുകളി യഥാർത്ഥത്തിൽ കുളമാക്കിയത് ഈ മാനേജേഴ്സാണ്. കോൺഗ്രസിന്റെ ശാപമായ ഗ്രൂപ്പുകൾ അതെല്ലാം അവസാനിച്ചു. കോൺഗ്രസ് ആകെ ഒറ്റ ഗ്രൂപ്പാണ്, എല്ലാവരും ചേർന്നുള്ള ഒറ്റ കമാൻഡാണ്, സിംഗിൾ കമാൻഡാണ് എന്നൊക്കെ പറഞ്ഞ് ദില്ലിയിൽ രാഹുൽ ഗാന്ധി എല്ലാവരെയും നിർത്തി ഫോട്ടോ എടുപ്പിച്ച് വിട്ട ആ ഒരു രാത്രി നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണുമല്ലോ. അപ്പോൾ ആ ഫോട്ടോ എടുപ്പിന് ശേഷം വീണ്ടും സംഭവിക്കുന്നത് എന്താണ്? അതിനുശേഷമാണ് എൻ എം വിജയന്റെ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ ജോസ് നെല്ലേടത്തിന്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഈ പറയുന്ന ഗ്രൂപ്പ് മാനേജേഴ്സിനപ്പുറം അതിന്റെ മേൽത്തട്ടിലുള്ള നേതാക്കൾ ഇടപെട്ടത്? ആരും ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് ഇന്ന് ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. അതിൽ പരം കോൺഗ്രസ് ഇനി എക്സ്പോസ്ഡ് ആകാനായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നന്നായി നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന, ഇപ്പോൾ പോലീസ് മർദ്ദനമൊക്കെ ഉയർത്തി സർക്കാരിനെതിരെ ജനവികാരമൊക്കെ തിരിക്കാൻ കഴിയുന്ന രീതിയിൽ സബ്ജക്ട്സ് മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കരുവന്നൂർ കേസിലേക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതെല്ലാം തൊട്ട് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും അതൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ നിശബ്ദമായി നിൽക്കേണ്ടി വരുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക തൃശ്ശൂരിലെ വിഷയമാണ്, ശബ്ദരേഖയാണ്. ഒരു സംശയവുമില്ല ജോസിന്റെ ആത്മഹത്യ ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ അത് കോൺഗ്രസിനെ, പ്രത്യേകിച്ചും വി ഡി സതീശനുള്ള അടക്കമുള്ള എല്ലാ നേതാക്കളെയും ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കാരണം അവർക്കറിയാം ഞങ്ങളുടെ പാളിച്ചയാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. വയനാട്ടിലെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ മുള്ളൻകൊല്ലിയാണ്. അവിടെയൊന്നും ഒരിക്കലും ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ബി ജെ പിക്കോ ഒന്നും കടന്നു കയറി ഇൻറോഡ്സ് ഉണ്ടാക്കാൻ സാധിക്കാത്തവണ്ണം അവിടെ സാധാരണക്കാരായ മനുഷ്യർ, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ഒരു ബേസാണ്. ആ ബേസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഈ പറയുന്ന തങ്കച്ചനായാലും ജോസ് ആയാലും. ജോസ് വിമതനായി മത്സരിച്ചെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ അവരൊക്കെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന അങ്ങനെയുള്ള നേതാക്കളാണ്. അതുകൊണ്ടാണ് ജോസിനെ കുറിച്ചൊക്കെ ഇന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ നാട്ടുകാർക്കായാലും ബന്ധുക്കൾക്കായാലും ഒക്കെ ജോസിനെ കുറിച്ച് മറ്റൊരു അഭിപ്രായമില്ല. പാർട്ടിയുടെ ഗ്രൂപ്പ് മാനേജേഴ്സ് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് ആളുകൾക്ക് തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിൽ മറ്റൊരു വിഷയം കൂടി നമ്മൾ പറഞ്ഞു പോകണം. ഇവിടെ വയനാട്, ഇടുക്കി കൂടാതെ കോൺഗ്രസിന്റെ ഒരു ഉറച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ഈ രണ്ട് ജില്ലകൾക്കും, പ്രത്യേകിച്ചും മലയോരവും എല്ലാം ചേരുന്ന കോൺഗ്രസിൻ്റെതായ ഒരു ഭൂമിശാസ്ത്രമുള്ള രണ്ട് ജില്ലകളാണ് വയനാടും ഇടുക്കിയും. അവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന് കൃത്യമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന, ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഇപ്പോൾ ഈ തുടർച്ചയായുള്ള ആത്മഹത്യകളിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ്. കാരണം ജനങ്ങളിൽ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സഹയാത്രികരായ ആളുകളിൽ, ഒപ്പം കോൺഗ്രസിന്റെ തന്നെ പ്രാദേശിക പ്രവർത്തകരിലൊക്കെ ഒരു വിശ്വാസമില്ലായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം നാളെ എന്നെയും ഇതുപോലെ മരണത്തിലേക്ക് തള്ളിവിടില്ലേ, ഇവരൊക്കെ പറയുന്നത് കേട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ കുടുങ്ങിയാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും പോയി, അല്ലാതെ ഇവരാരും ഉണ്ടാകില്ല എന്ന് പറയുന്ന ഒരു അവിശ്വാസം പ്രവർത്തകരിൽ ഉണ്ടാകുന്ന മരണങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നത് അവിടുത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്ന വിഷയമാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ രാഹുൽ ഗാന്ധി എം പി ആയിരുന്നു, പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എം പി ആണ്. ഇവർക്കൊന്നും എന്താണ് ഈ സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത്? നാട് നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് വീട് നന്നാക്കണമെന്ന് പറയും. അവരുടെ വീടാണല്ലോ അവരുടെ സ്വന്തം മണ്ഡലം. ഈ സ്വന്തം മണ്ഡലത്തിലെ എൻ എം വിജയന്റെ പ്രശ്നത്തിൽ ആ കുടുംബത്തിന് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിയാത്തത് എന്താണ്? ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഏൽപ്പിച്ച ആളുകൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ടി സിദ്ദിഖൊക്കെ ഇന്നും പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ നടക്കുന്നത് കണ്ടിരുന്നു ദൃശ്യങ്ങളിൽ. അപ്പോൾ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ പോരെ, ഒരു വിളിക്കപ്പുറത്തുള്ള ആളാണ്. കാരണം AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രിയങ്ക ഗാന്ധി, സോക്കോൾഡ് ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ അറിയാഞ്ഞിട്ടാണോ? ഈ ഒരു മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത്? അവരെ എന്ത് വിശ്വസിച്ചാണ് രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കേണ്ടത്? രാജ്യം ഭരിക്കാനായി ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്ന ആളുകൾ സ്വന്തം മണ്ഡലത്തിലെ ഈ പ്രശ്നം തീർക്കാൻ പോലും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കണ്ടിട്ടാണ് അവരെ വിശ്വസിക്കേണ്ടത്? ഇവിടെ മുൻ ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും മരണം ഉണ്ടായപ്പോൾ ഇനി ഗ്രൂപ്പിസം ഒന്നും ഉണ്ടാകില്ല, എല്ലാത്തിനും ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു അന്ന് ആദ്യഘട്ടത്തിൽ പ്രതികരണം വന്നത്. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ തീർക്കും. പക്ഷേ അതൊക്കെ വെറും വാചാടോപം മാത്രമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ആ പ്രതികരണത്തിലൂടെ വ്യക്തമാവുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കൈ കഴുകി മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റൂ, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇവിടുത്തെ പോരാര് തമ്മിലാണ്? IC ബാലകൃഷ്ണൻ വേഴ്സസ് ND അപ്പച്ചനാണ്.
രണ്ടുപേരും കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ CPIM-ഉം കോൺഗ്രസും തമ്മിലുള്ള തർക്കം പോലെയാണ് ഈ രണ്ട് വ്യക്തികളും അവരുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളും തമ്മിൽ വയനാട്ടിൽ കുറെ കാലങ്ങളായിട്ട് ഈ തർക്കം നടക്കുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യന്റെ മരണത്തിലേക്ക് പോയതുമൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കവും വിഴുപ്പലക്കലുകളും എല്ലാം തന്നെയാണ്. രണ്ടുപേരും രണ്ട് പാർട്ടിയിലാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇനിയും കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല എന്നാണോ? കാരണം വിജയന്റെ വിഷയം വന്നപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ അന്ന് പരിഹരിച്ചു പോകേണ്ടതായിരുന്നു. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും ഇപ്പോൾ ജോസിന്റെ ആത്മഹത്യാക്കുറിപ്പും, രണ്ട് കുറിപ്പുകളും ഈ കോൺഗ്രസ് പാർട്ടിക്കും പരിശോധിക്കാവുന്നതാണ്. അതിനകത്തൊക്കെ പേര് പറഞ്ഞിട്ടും വിഷയങ്ങൾ പറഞ്ഞിട്ടും തന്നെയാണല്ലോ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈമലർത്താൻ ഇനി കഴിയില്ല. ഇവിടെ നോക്കൂ, വയനാട് DCCയെ നമ്മൾ കുറച്ച് വാചകങ്ങൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബിട്രയൽ ഉണ്ട്, ചീറ്റിംഗ് ഉണ്ട്, കറപ്ഷൻ ചാർജസ് ഉണ്ട്, അലിഗേഷൻസ് ഉണ്ട്, ഗ്രൂപ്പ് വാർ ഉണ്ട്. ഇതെല്ലാം പ്രിയങ്ക ഗാന്ധി കൂടി മനസ്സിലാക്കാനായിട്ടാണ് ഞാനത് ഇംഗ്ലീഷ് വാക്കുകളിൽ പറഞ്ഞത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം സ്വന്തം മണ്ഡലമാണ്. പ്രിയങ്ക ഗാന്ധി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കണം. അല്ലാത്ത പക്ഷം ആ മണ്ഡലത്തിൽ MP ആയി തുടരുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇത്രയും ചീറ്റിംഗ് പരസ്പരം നടത്തുന്ന, ബിട്രയൽ നടത്തുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവരെല്ലാവരും കൂടി ജയിപ്പിച്ചു വിട്ട ഒരു MP ആയി പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിക്കെതിരെ പറയുന്നതിന് മുൻപ് സ്വന്തം പാളയത്തിലെ പട തീർക്കണം പ്രിയങ്ക ഗാന്ധി. അതാണ് പ്രിയങ്ക ഗാന്ധി ചെയ്യേണ്ടത്. ഇവിടെ തങ്കച്ചൻ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയതാണ്. അതിനുശേഷം ഈ ജയിലിലേക്ക് അയച്ചത് ആരാണ് എന്ന് തങ്കച്ചൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തിറങ്ങി 17 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങി വന്ന് തങ്കച്ചൻ കൃത്യമായി പറയുന്നുണ്ട്. അത് കോൺഗ്രസ് പാർട്ടി കേട്ടില്ലേ? ഇവിടെ വിജയനും ജോസും രണ്ടുപേരും തെറ്റുകാരാണോ എന്നതിനപ്പുറം രണ്ടുപേരും ഇരകളാണ്, അല്ലെങ്കിൽ ബലിയാടുകളാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് മാനേജേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് ബലിയാടുകളായിട്ടാണ് അവരെ കേരളം ഇന്ന് കാണുന്നത് എന്നതാണ്. അവരെ ഉപയോഗിച്ച വൻ സ്രാവുകൾ ഈ ബാലകൃഷ്ണനായാലും IC ബാലകൃഷ്ണനായാലും ND അപ്പച്ചനായാലും ആ രണ്ടു പേരിലേക്കും അവർക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടാൻ ഈ പറയുന്ന നേതാക്കൾക്ക് കഴിയുമോ? KPCC പ്രസിഡന്റൊക്കെ ഇന്ന് വന്ന് പോലീസിനെതിരെയാണ് പറയുന്നത്. സണ്ണി ജോസഫ് MLA ഇന്ന് പോലീസിനെതിരെയാണ് പറയുന്നത്. ഈ ND അപ്പച്ചനെ നിലയ്ക്ക് നിർത്താനായിട്ട് KPCC പ്രസിഡന്റിന് കഴിയില്ല എങ്കിൽ അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞു പോകണമെന്ന്. എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? KPCC പ്രസിഡന്റായിരിക്കുമ്പോൾ ഒരു DCCയെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ DCC പ്രസിഡന്റ് സ്ഥാനത്തുള്ള ആളെ കൃത്യമായിട്ട് അയാൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് പറയാൻ കഴിയണം. അത് പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മറ്റു പാർട്ടികളെ വിമർശിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ ജോസ് ഞരമ്പ് മുറിച്ച് അതിനുശേഷം വിഷം കഴിച്ച് കുളത്തിൽ ചാടുകയാണ്. അയാൾ മരിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു തീരുമാനമെടുത്തെങ്കിൽ അതിന് പിന്നിലുള്ള ആളാരാണ്? ജോസിനോട് ഈ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ പറഞ്ഞതാരാണ്? ആരുടെ നിർദ്ദേശമാണ്? ആരുടെ ഹൈക്കമാൻഡാണ് ജോസ് അവിടെ അനുസരിച്ചത്? അത് അറിയണമെന്നേ. കാരണം ഈ ഗ്രൂപ്പ് മാനേജേഴ്സ് ഉറപ്പായിട്ടും പറയണം ജോസിനെ ഇവിടെ പെടുത്തിയതാണെന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. മാത്രമല്ല ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതിലൊന്നും പെടാതെ മറ്റൊരാൾ മാറി നിൽക്കുന്നുണ്ട്. കാരണം ബാലകൃഷ്ണൻ വേഴ്സസ് ND അപ്പച്ചൻ നിൽക്കുമ്പോൾ സേഫ് ആയിട്ട് മറ്റൊരു വഴിയിലൂടെ നടന്നു പോവുകയാണ് T. സിദ്ദിഖ് MLA. കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 വഴികളിലൂടെ നടക്കുന്ന 3 നേതാക്കൾ ഒരു ജില്ലയിൽ ഒരു DCCയുടെ കീഴിൽ വരുന്ന നേതാക്കളാണ്. ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ മേൽഘടകത്തിലുള്ളവർക്ക് കഴിയണം. അല്ലാത്ത പക്ഷം അവർ ഈ കൂടുതൽ ജീവനുകൾ എടുക്കുന്ന തരത്തിലേക്ക് ഈ പോരങ്ങ് മുറുകുവന്നേ. മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മാത്രം നിൽക്കില്ല. ഇവിടെ ND അപ്പച്ചനെ തടഞ്ഞു വെച്ചോ മർദ്ദിച്ചോ അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ബാക്കി ആളുകളെയും ഇതേപോലെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുമോ? അങ്ങനെ ഓരോ നേതാക്കൾക്കും തോന്നുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും ഇവിടെ ഇടപെടാനും നിയന്ത്രിക്കാനും കഴിയുന്നില്ലെങ്കിൽ ആ നേതൃത്വം കൊണ്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ മറ്റൊരാൾ കൂടി ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇവിടെ ഈ കേസിൽ തങ്കച്ചൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് ഓഗസ്റ്റ് 22-നാണ്. ആ കേസിൽ പിന്നീട് അറസ്റ്റ് ചെയ്തത് ഈ മദ്യമൊക്കെ കൊണ്ടുവന്നത് കർണാടകയിൽ നിന്നുള്ള മദ്യമാണ്. ആ കൊണ്ടുവന്നത് മരക്കടവ് സ്വദേശി PS പ്രസാദാണ്. പ്രസാദ് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല? PS പ്രസാദ് പറഞ്ഞ മൊഴിയിലുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തണം. അപ്പോൾ കൃത്യമായി ആരാണ്, അപ്പച്ചനാണോ ബാലകൃഷ്ണനാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പോലീസിന്റെ കയ്യിൽ എന്താണ് എന്നുള്ളതുണ്ട്. പോലീസിലും രാഷ്ട്രീയമുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ എന്തായാലും ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും ഹൈക്കമാൻഡ് ഇടപെട്ട് ഈ ഗ്രൂപ്പുകളെ അവസാനിപ്പിച്ചില്ലെങ്കിൽ താഴെയുള്ള ആളുകളുടെ കൂടുതൽ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് ഈ രാഷ്ട്രീയ കളി പോകുമെന്നുള്ളത് ഉറപ്പാണ്. Meet the editors.